CMRL കേസിൽ SFIOയ്ക്ക് തിരിച്ചടി. SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വിലക്ക് നീട്ടി. 4 മാസത്തേക്കാണ് ഹൈക്കോടതി വിലക്ക് നീട്ടിയത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ആ വിലക്ക് നീട്ടുന്നതിലൂടെ SFIOയ്ക്ക് വീണ്ടും തിരിച്ചടിയാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് CMRLന്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഇതൊരു നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ ഭാഗം കേൾക്കണമായിരുന്നു, തങ്ങളുടെ വാദം കേൾക്കണമായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ CMRL ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. വെക്കേഷൻ ബെഞ്ചിൽ ഈ കേസ് വന്നിരുന്നു. അങ്ങനെ അന്ന് 2 മാസത്തേക്ക് ഇതിന്റെ എല്ലാ തുടർ നടപടികളും തടഞ്ഞിരുന്നു. അതായത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി സമൻസ് അയക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ SFIOയ്ക്ക് അനുമതി നൽകിയിരുന്നു. ആ അനുമതിയാണ് 2 മാസം മുമ്പ് കോടതി തടഞ്ഞത്. ഇപ്പോ വീണ്ടും അതേ ഹർജി മറ്റൊരു ബെഞ്ചിൽ വന്നു. അപ്പോഴും ഇനി 4 മാസത്തേക്ക് കൂടി തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് SFIOയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സാഹചര്യം. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അതിന് അനുമതി നൽകിയതാണ്. സ്വാഭാവികമായി CMRL ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ആദ്യം 2 മാസത്തേക്ക്, ഇപ്പൊ 4 മാസത്തേക്കും കൂടെ തടഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി സമൻസ് അയക്കുന്ന അടക്കമുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും വിലക്കുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ ഫലത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികളും പെൻഡിംഗ് ആകും. ഒരു നടപടിയും ഇനി SFIOയ്ക്ക് അതിൽ സ്വീകരിക്കാനും കഴിയില്ല. തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. CMRL കേസിൽ SFIOയ്ക്ക് തിരിച്ചടി. SFIO റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ നേരത്തെ കോടതി വിലക്കിയിരുന്നു. ആ വിലക്ക് നീട്ടിയിരിക്കുകയാണ്. 4 മാസത്തേക്ക് കൂടിയാണ് ഹൈക്കോടതി വിലക്ക് നീട്ടിയിരിക്കുന്നത്. SFIOയ്ക്ക് വലിയ തിരിച്ചടി. CMRL മുമ്പോട്ട് വെച്ച വാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടിയാണ് സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.